നമ്മൾ കാരണം ആരുടെയെങ്കിലും മുഖത്ത് ചിരി വരാനിടയായാൽ അതായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച നിമിഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു അധ്യാപികയായിരുന്നു. പപ്പയുടെ മരണശേഷം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തതാണ്. എവിടെ പോയാലും ആ സമയങ്ങളിലെല്ലാം പപ്പ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ഈ മക്കളെ പൊന്നുപോലെ നിങ്ങൾ നോക്കണം. ചാക്കോ ചേട്ടൻ്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ ആ പൈസ കൊണ്ട് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിച്ചു. നമുക്ക് 3000 രൂപയുടെ ചിലവ് ഒരു ദിവസത്തെ മരുന്നിന് മാത്രം വേണ്ടി വരുന്നുണ്ട്. അത്രയും വേദനാജനകമായ അവസ്ഥയിലായിരിക്കും പലരും ഞങ്ങളുടെ അടുത്തേക്ക് അഭയം ചോദിച്ചു വരുന്നത്. അലക്കാൻ സോപ്പില്ലാത്ത സമയങ്ങൾ ഉണ്ടാവലുണ്ട്, മരുന്നിന് പൈസ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ഈ സമയങ്ങളിലെല്ലാം വൈകുന്നേരത്തിനുള്ളിൽ ദൈവരൂപത്തിൽ ആരെങ്കിലും ഞങ്ങളെ മുൻപിലേക്ക് കടന്നു വരുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാവലുണ്ട്. എൻ്റെ പേര് സുസ്മിത എം ചാക്കോ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മടിക്കൈ ഗ്രാമപഞ്ചായത്തിലുള്ള മലപ്പച്ചേരി എന്ന സ്ഥലത്തെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റ് മെമ്പറാണ്. ഇവിടെ പലതരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. എം ചാക്കോ എന്ന എൻ്റെ പപ്പയായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ. പപ്പ കഴിഞ്ഞ ഒക്ടോബർ 20 മരണപ്പെടുകയുണ്ടായി. അറ്റാക്കായിരുന്നു. നമ്മുടെ ജീവിതം നമ്മളെക്കാളും വയ്യാത്ത ഒരു 10 പേർക്കെങ്കിലും സഹായമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം കിട്ടുന്നത് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് 75% വികലാംഗനായ എം ചാക്കോ എന്ന എൻ്റെ പപ്പ തുടങ്ങി വെച്ച സ്ഥാപനമാണ് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇവിടെ 120ഓളം അച്ഛനമ്മമാരാണ് നിലവിലുള്ളത്. പൂർണ്ണമായും അനാഥരായവരുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാണ്ടായിപ്പോയവരുണ്ട്. മാനസികമായി അസ്വസ്ഥതകളുള്ള മക്കളുണ്ട്. കിടപ്പ് രോഗികളുണ്ട്. നായ്ക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മക്കളും ഓവുചാലിലെ വെള്ളവും വേസ്റ്റും എല്ലാം കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മക്കളും സ്വന്തം മലം വാരത്തിൽ നിന്ന മക്കളടക്കം നമ്മളുടെ ഈ ഭവനത്തിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാവരെയും ജീവിതാവസാനം വരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി സംരക്ഷിക്കുക എന്നുള്ള സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം. ഞങ്ങൾ 2 മക്കളാണ്. ഞാൻ മൂത്തയാളാണ്. ഞാനൊരു അധ്യാപികയായിരുന്നു. പപ്പയുടെ മരണശേഷം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തതാണ്. ആങ്ങള മനു ചാക്കോ, മനു ഒരു JCB ഓപ്പറേറ്ററായിരുന്നു. പപ്പയുടെ മരണശേഷം ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇവരുടെ കൂടെ ഇവരിൽ ഒരാളായി ജനിച്ച് ജീവിച്ച് കളിച്ച് വളർന്നതെല്ലാം ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെയാണ്. ഞങ്ങളുടെ അമ്മയാണ്. അമ്മയുടെ പേര് ഷീല ചാക്കോ. അമ്മയാണ് ഇപ്പോൾ നിലവിലെ സ്ഥാപനത്തിൻ്റെ ചെയർമാനായി ഉള്ളത്. പപ്പക്ക് ഒരാളുടെ സപ്പോർട്ടില്ലാണ്ട് അല്ലെങ്കിൽ വാക്കറോ വീൽ ചെയറോ ഇല്ലാണ്ട് മുന്നോട്ട് നടക്കാൻ പ്രയാസം നേരിടുന്ന ഒരാളായിരുന്നു പപ്പ. പപ്പ ഒരു വികലാംഗനായതുകൊണ്ട് തന്നെ വികലാംഗരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റാരേക്കാളും നന്നായി ഏറ്റവും കൂടുതൽ അറിയുന്നത് പപ്പയ്ക്ക് തന്നെയായിരുന്നു. പപ്പയും അമ്മയൊക്കെ
ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിലേ തന്നെ ധ്യാനം കൂടാൻ പോകുമായിരുന്നു. ആ ധ്യാനം കൂടാൻ പോകുന്ന സമയങ്ങളിലെല്ലാം പപ്പ കിടപ്പുരോഗികളുടെ കൂടെ ആണ് ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ അവിടെ തന്നെ പപ്പയെ ശുശ്രൂഷിക്കാൻ അമ്മയുണ്ട്. അമ്മ പപ്പയെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാവരെയും ആരുമില്ലാതായിപ്പോയ ഒരുപാട് പേര് ശുശ്രൂഷിക്കാനൊന്നും ആരുമില്ലാത്ത ഒരുപാട് പേര് ആ സമയങ്ങളിൽ അവിടെ ഉണ്ടാവലുണ്ട്. അവരെയൊക്കെ അമ്മ ശുശ്രൂഷിക്കുമായിരുന്നു. സ്വന്തം സഹോദരങ്ങളെപ്പോലെ ശുശ്രൂഷിക്കുമായിരുന്നു. പപ്പ കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് പപ്പ അറ്റാക്ക് മൂലം മരണപ്പെടുകയായിരുന്നുണ്ടായിരുന്നത്. പപ്പ മരണപ്പെട്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പപ്പയ്ക്ക് ചെറുതായിട്ടൊരു ശ്വാസം മുട്ട ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറം വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പപ്പയ്ക്ക്. അന്ന് രാവിലെ കൂടി ഒക്ടോബർ 20 എന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. പപ്പയും ഞങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി പോയി. ആ സമയത്ത് എനിക്ക് 25 വയസ്സേ പ്രായമുള്ളൂ. ഈ 25 വയസ്സ് 1.5 വർഷമേ ആവുന്നുള്ളൂ. ഈ 25 വയസ്സിൽ എനിക്ക് പപ്പേനെ നഷ്ടപ്പെട്ടത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ ഫാമിലിയായി എവിടെ പോയാലും ഫാമിലിയായി അങ്ങനെ പോകാനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ കിട്ടലില്ല. അപ്പം എവിടെ പോയാലും ആ സമയങ്ങളിലെല്ലാം പപ്പ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ഈ മക്കളെ പൊന്നുപോലെ നിങ്ങൾ നോക്കണം. ആ മക്കളെ എനിക്ക് നോക്കുന്നതിന് വേണ്ടിയായി ദൈവം തന്നിരിക്കുന്ന സമ്മാനമാണ് നിങ്ങൾ 2 മക്കളും എന്നെപ്പോഴും പപ്പ പറയുമായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ ഉപദേശിക്കുന്ന കാര്യമായിരുന്നു. ഒരുപാട് പേര്, അർഹതപ്പെട്ട ഒരുപാട് പേര് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് നിരന്തരമായി അഭയം ചോദിച്ച് വരലുണ്ട്. പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട അമ്മമാർ, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്, നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ 1, 2, 3 ദിവസം ഒക്കെ കഴിയുന്ന അമ്മമാരെ നല്ല മനസ്സുള്ള ആരെങ്കിലും ഒരാൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, പോയി നോക്കി എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷക്കാരുടെ കയ്യിൽ ഓട്ടോ കൂലിയും കൊടുത്ത് ഇവിടെ കൊണ്ടുവരലുണ്ട് പലരും. അപ്പം ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഓഫീസ് വരെ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ആവാത്ത കണ്ടീഷനിലാണ് പലരും നമ്മളുടെ സ്ഥാപനത്തിലേക്ക് അഭയം ചോദിച്ചുകൊണ്ട് വരുന്നത്. ഞങ്ങൾ നേരിടുന്നൊരു വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യക്കുറവ് കാരണം അർഹതപ്പെട്ട ആളുകളെ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോൾ നേരിടുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 75% വികലാംഗനായ എൻ്റെ പപ്പേൻ്റെ എല്ലാ കുറവുകളിലും നിറവുകളായി നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മയാണെന്ന്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ പേര് ഷീല ചാക്കോ. ഇവിടെയുള്ള എല്ലാവരെയും ഞങ്ങളെ മക്കളെക്കാട്ടിയും നന്നായി മക്കളുടെ കാര്യങ്ങളെല്ലാം അമ്മ രണ്ടാമതേ വെക്കുകയുള്ളൂ. ഇവിടെയുള്ള എല്ലാ മക്കളുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്ത് അവരുടെ സഹോദരിയായി, അമ്മയായി, മകളായി എല്ലാ രീതിയിലും അവരെ ശുശ്രൂഷിച്ച് പരിചരിച്ച് ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയായി പരിശ്രമിക്കുന്ന ആളാണ് ഞങ്ങളുടെ അമ്മ. 2003 ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്. ബേക്കലം പള്ളിക്കരയിലായിരുന്നു. 10 വർഷം വാടകയ്ക്കായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ചാക്കോച്ചേട്ടൻ്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ ആ പൈസ കൊണ്ട് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിച്ചു. ഇപ്പം മലപ്പച്ചേരി മടിക്കൈ പഞ്ചായത്ത് മലപ്പച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്ഥാപനം ഉള്ളത്. എൻ്റെ പേര് മനു ചാക്കോ. ഞാൻ മുമ്പേ JCB ഓപ്പറേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ പപ്പ മരിച്ച ശേഷം ഞാൻ ഇവിടെ തന്നെ എല്ലാ സമയവും ചിലവഴിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഇവരുടെ കൂടെ ഒരാളായി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, എനിക്കൊരു ചെറിയ മോനുണ്ട്. പിന്നെ അമ്മ, ചേച്ചി ഇവരൊക്കെ കൂടെ സന്തോഷമായിരിക്കുന്നു. ഞങ്ങളുടെ ഒരു കുടുംബം പോലെ തന്നെ, കുടുംബമായിട്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. എൻ്റെ പേര് അപർണയാണ്.
ഞാൻ മനുവിൻ്റെ ഭാര്യയാണ്. എനിക്കിവിടെ നിൽക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. പപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളെ ജീവിതം നമ്മളെക്കാളും വയ്യാത്ത ഒരു 10 പേർക്കെങ്കിലും സഹായമാകണം. ആ സഹായമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവുന്നത് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ പുറത്ത് മാത്രമാണ് പപ്പ ഈ സ്ഥാപനം തുടങ്ങിയത്. നമ്മൾ കാരണം ആരുടെയെങ്കിലും മുഖത്ത് ചിരി വരാനിടയായാൽ അതായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച നിമിഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ 120 പേർക്കും അവർക്ക് ഓരോ തരം കഥകളുണ്ട്. ഇവിടെ എത്തിപ്പെട്ടതിന് പിന്നിൽ വളരെ വേദനാജനകമായ ഒരുപാട് കഥകളുണ്ട്. ആ പുഞ്ചിരി വിടരാനിടയാവുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. പപ്പ മരിച്ചതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞ് ഒരു കുഞ്ഞിപ്പെണ്ണെന്ന അമ്മയെ, 92 വയസ്സുള്ള കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് ഏരിയയിലുള്ള ഒരു കുഞ്ഞിപ്പെണ്ണെന്ന അമ്മയെ ഞങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ആ അമ്മ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു ആ അമ്മേനെ ഏറ്റെടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ സൗകര്യക്കുറവുകളുണ്ടായിരുന്നു. കിടപ്പ് രോഗികളായ അമ്മമാർ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പക്കാരികളായിട്ടുള്ള കുറച്ച് മാനസികമായിട്ട് അസ്വസ്ഥതകളുള്ള മക്കളെ, കട്ടിലുണ്ട്, ബെഡുണ്ട്, പക്ഷേ ഇടാൻ സൗകര്യക്കുറവ് കാരണം ഒരു കട്ടിലിടാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റാരും ഏറ്റെടുക്കില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത് ഞങ്ങളെ സ്ഥാപനം, ഞാനും മനുവും കൂടെ പോയി അമ്മയെ പിങ്ക് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയുണ്ടെന്ന്. മര്യാദക്ക് നടക്കാനാവാത്തൊരവസ്ഥയിൽ കുനിഞ്ഞുകൊണ്ട് ഒരു റോഡിൻ്റെ സൈഡിൽ അവശയായിരിക്കുന്ന അമ്മയെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ മകൾ മരിച്ചു പോയതാണ് അവരിങ്ങനെ അനാഥയാക്കിയ കാര്യം, മറ്റാരും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിൽ വേഷവിധാനങ്ങളെല്ലാം വൃത്തിഹീനമായൊരവസ്ഥയിലാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല രീതിയിൽ ആ അമ്മേനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പം ഇടയ്ക്കിടെ പോയി ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടെ പോയി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്നോടുമാണ് പറയുന്നത്, എനിക്ക് 92 വയസ്സുണ്ട് മോളെ, പക്ഷേ ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഭർത്താവ് മരിച്ചു, മകൾ മരിച്ചു, എല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് ദൈവം കൊണ്ടുപോയി. ആ സമയത്തെല്ലാം ഞാൻ പണിയെടുക്കും, പക്ഷേ സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കാനായില്ല. എനിക്ക് സന്തോഷത്തോടു കൂടി ആരും ഭക്ഷണവും തന്നിട്ടില്ല. ഇത്രയും നല്ല വിധത്തിൽ എനിക്ക് അവസാന നിമിഷമായിരിക്കും, ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷമായിരിക്കും ദൈവം ഈ സന്തോഷം നൽകാൻ എനിക്ക് അവസരം തന്നതെന്ന് ആ അമ്മ കൈകൂപ്പി ഞങ്ങളോട് പറയും. അങ്ങനെ നമ്മളുടെ ജീവിതം നമ്മളെക്കാളും വയ്യാത്ത ഒരു 10 പേർക്ക് ആ ഒരു വാക്കിൽ തന്നെ എല്ലാം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിവിടുത്തെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 മണിയാകുമ്പോൾ എഴുന്നേക്കും. 5:30 മണിക്ക് എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പിയുണ്ട്. ആ കട്ടൻ കാപ്പിക്ക് ശേഷം നമ്മൾ കുളിപ്പിക്കേണ്ടവർ ഒരുപാട് പേരുണ്ട്. ഇപ്പം 120 മക്കൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരു 20-25ഓളം പേരെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നവരും സ്വന്തമായി അലക്കുന്നവരും ഒക്കെ ഉള്ളൂ. മറ്റുള്ള എല്ലാവരെയും മാനസികമായ അസ്വസ്ഥതകളുള്ളവർക്ക് ശാരീരികമായി പ്രശ്നങ്ങളൊന്നുമില്ല, ശാരീരികമായി പ്രശ്നങ്ങളുള്ളവർക്ക് മാനസികമായി അസ്വസ്ഥതകളും ഇല്ല. അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവരാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പം നമ്മൾ തന്നെ പല്ല് തേക്കുന്നതായിക്കൊള്ളട്ടെ, അവരുടെ ദിനചര്യകളിലെല്ലാം അവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യണം. 9 മണി 10 മണി സമയത്ത് പത്രം വായിക്കേണ്ടവർ പത്രം വായിക്കും, ക്ലീൻ ചെയ്യേണ്ടവർ ക്ലീൻ ചെയ്യും. അങ്ങനെ ഓരോരുത്തർക്കും ചെറിയ ഓരോരോ ദൗത്യങ്ങൾ പോലെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരും നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായി വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ അമ്മത്തിരി എന്ന് പറഞ്ഞ ഒരു ആശയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ നിലവിളക്കിൽ കൊളുത്തുന്ന വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്ന ഈശോൻ്റെ നടയിലൊക്കെ വെക്കുന്ന തിരി ഇവിടെയുള്ള അമ്മമാർ തന്നെ നൂല് കൊണ്ട് തെറുത്ത് ഉണ്ടാക്കും. സമയമുള്ള സമയങ്ങളിലെല്ലാം അവരത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒപ്പം മാല ഉണ്ടാക്കും, മുത്തുമാലകൾ നിർമ്മിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് മക്കളുണ്ട്. ഒരുപാട് അമ്മമാർ നല്ല രീതിയിൽ മുത്തുമാലകൾ ഉണ്ടാക്കും, തിരി തെറുക്കും. അവരിൽ നിന്നും സെലക്ട് ആയിട്ടുള്ളവരെ നമ്മൾ സ്ഥിരമായി അത് സെയിൽ ചെയ്യുന്ന വിധത്തിലേക്ക്
നോക്കുന്നുണ്ട് കാര്യങ്ങൾ. നമ്മളൊരു കുടുംബത്തിൽ എങ്ങനെയാണോ അതുപോലെ നമ്മൾ അവർക്കൊരു ലിമിറ്റേഷൻസ് ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം കൊടുത്തു, അതിനുശേഷം മെഡിസിൻ കൊടുത്തു, അതിനുശേഷം സുഖമായി ഉറങ്ങും. നമുക്കിവിടെ 13 സ്റ്റാഫുകളാണുള്ളത്. അത് പെയ്ഡായിട്ടുള്ളവരുണ്ട്, ശുശ്രൂഷകരായിട്ടുള്ളവരുണ്ട്. അവരെല്ലാവരും ഇവിടെ വളരെ സന്തോഷപൂർവ്വം അവരുടെ സഹോദരങ്ങളെ നോക്കുന്നത് പോലെ സംരക്ഷിക്കുന്നു. നമുക്ക് 20 വർഷമായി നമ്മളുടെ സ്ഥാപനം പൊതുസമൂഹത്തിൻ്റെ നല്ലവരായിട്ടുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മളെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഒരു നേരത്തെ ഭക്ഷണമായിക്കൊള്ളട്ടെ, ഒരു നേരത്തെ മരുന്നായിക്കൊള്ളട്ടെ, അവരുടെ പിറന്നാളുകളായിക്കൊള്ളട്ടെ, വെഡ്ഡിങ് ആനിവേഴ്സറി, ആരെങ്കിലും മരിച്ചതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളായിക്കൊള്ളട്ടെ, ആ ചടങ്ങുകളിലെല്ലാം ഞങ്ങളെയും കൂടെ ഓർത്ത്, ഇവിടെയുള്ള ഓരോ മക്കളെ ഓർത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാമെന്ന് ഉള്ള ഒരു ആശയത്തിൻ്റെ പുറകിൽ, ആഗ്രഹത്തിൻ്റെ പുറകിൽ നമ്മളുടെ ഇവിടെ വന്ന് ഫുഡ് ഡൊണേറ്റ് ചെയ്യുന്ന, മെഡിസിൻ ഡൊണേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് 3000 രൂപയുടെ ചിലവ് ഒരു ദിവസത്തെ മരുന്നിന് മാത്രം വേണ്ടി വരുന്നുണ്ട്. പല സമയങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പം നമ്മളുടെ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ കടം വാങ്ങുന്ന അവസ്ഥകൾ ഒക്കെ ഉണ്ടാവും. അപ്പം 20 വർഷമായി നമുക്ക് വെക്കാൻ അരിയില്ലാത്ത സമയങ്ങൾ ഉണ്ടാവലുണ്ട്, അലക്കാൻ സോപ്പില്ലാത്ത സമയങ്ങൾ ഉണ്ടാവലുണ്ട്, മരുന്നിന് പൈസ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ഈ സമയങ്ങളിലെല്ലാം വൈകുന്നേരത്തിനുള്ളിൽ ദൈവരൂപത്തിൽ ആരെങ്കിലും ഞങ്ങളെ മുൻപിലേക്ക് കടന്നു വരുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാവലുണ്ട്. കാരണം അദൃശ്യനായ ദൈവം ദൃശ്യമാകുന്ന ഒരുപാട് പേരുടെ മനുഷ്യരൂപത്തിൽ ദൃശ്യമാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും സത്യം. സൗകര്യക്കുറവ് കാരണം അർഹതപ്പെട്ട ആളുകളെ ഏറ്റെടുക്കാനാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ 6 പേര് നിലത്ത് പായിട്ടാണ് കിടക്കുന്നത്. ആ ഒരവസ്ഥ പലരുടെയും അവസ്ഥകൾ പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പം ഭക്ഷണം എങ്ങനെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. ഞാൻ സമാധാനത്തിനൊന്ന് ഉറങ്ങിയിട്ട് ഇത്ര ദിവസമായി മോളെ, ഇത്രയും പേർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്ന ഒരാളുടെ നിസ്സഹായമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പം നമുക്ക് അവരോട് ഇവിടെ സ്ഥലമില്ലെന്നോ ഒന്നും പറയാൻ എൻ്റെ നാവ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ അത്രയും വേദനാജനകമായ അവസ്ഥയിലായിരിക്കും പലരും ഞങ്ങളുടെ അടുത്തേക്ക് അഭയം ചോദിച്ചു വരുന്നത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 10 വർഷമായി ഒരു ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട് ഇവിടെയുള്ള അമ്മമാരെ ഷിഫ്റ്റ് 60 സ്ത്രീകളും 60 പുരുഷന്മാരും അടങ്ങുന്ന ഈ സ്ഥാപനത്തിൽ ഒരു ബിൽഡിങ്ങിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് നിലവിൽ സ്ത്രീകളും പുരുഷന്മാരും കഴിയുന്നത്. അപ്പം അമ്മമാരെ അപ്പുറം ബിൽഡിങ്ങിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനുവേണ്ടിയായി 10 വർഷമായി ഒരു ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട് അത് ഇന്നേ വരെ പൂർത്തീകരിക്കാൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമായിട്ടില്ല. അതിനുവേണ്ടി 1 ചാക്ക് സിമൻറ്റ് തന്നവരുണ്ട്, 5 ചാക്ക് സിമൻറ്റ് തന്നവരുണ്ട്, 1 ലോഡ് വെട്ടുകല്ല് സ്പോൺസർ ചെയ്ത് തന്നവരുണ്ട്. അങ്ങനെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഒരുപാട് പേരുടെ നല്ല മനസ്സുകൊണ്ട് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തി 60 പേർക്കുള്ള കട്ടിൽ ഇടാവുന്ന സൗകര്യമാണ് ആ ബിൽഡിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ഇനിയും അതിൻ്റെ ഒരുപാട് പണികൾ പൂർത്തിയാകാനുണ്ട്. അതിനുവേണ്ടി ഏകദേശം 10-15 ലക്ഷം രൂപയോളം ഇനി അതിൻ്റെ ജനലിൻ്റെ പണി, അതിൻ്റെ ഫ്രെയിമിൻ്റെ പണി, റാമ്പിൻ്റെ പണികളൊക്കെ, ടൈൽസ്, പെയിൻറ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടിയായി ഇപ്പം നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നുമായി അതിൻ്റെ തേപ്പിൻ്റെ പണികൾ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് ഒരുപാട് പേരുടെ സഹായം കൊണ്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കടവായിട്ടൊക്കെ വാങ്ങും, കാരണം പണി എങ്ങനെയെങ്കിലും നടന്നു പോകണം. 10-15 ലക്ഷം രൂപ ഇനി ആവശ്യമായിട്ടുണ്ട്. അത് ഒറ്റയടിക്കൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. ഒപ്പം ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ആവലില്ല. തേപ്പ് കഴിച്ച് കുറച്ച് കാലം അങ്ങനെ നിർത്തിയിടാനാണ്. കാരണം സാമ്പത്തികം ഒരു വലിയ പ്രശ്നമായതുകൊണ്ട്. അപ്പം ഒരുപാട് പേരുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇന്ന് അത്രയും നിലയിലെങ്കിലും എത്തിയത്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇനിയും ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് പേരുടെ സഹായം ഞങ്ങൾക്കിനി ആവശ്യമാണ്.